എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ അടി ഇടിയൊക്കെ കെട്ടി പരിക്കൊക്കെ പറ്റിയിരിക്കുന്ന ആമ വില്ലത്തിപ്പെണ്ണിനെ കാണിക്കുകയാണ്. അവൾ ഒരു സെക്കൻഡ് അവളുടെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അവളുടെ അമ്മയും അവളുമായിട്ടുണ്ടായിരുന്ന ആ ഹാപ്പി മൊമെന്റ്സ്. ഫ്ലാഷ് ബാക്കിൽ അവൾ ദൂരത്തായിട്ട് ഒരു കാക്കയെ കാണുകയാണ്. അവളാണെങ്കിൽ അവളുടെ അമ്മയെ ആ കാക്കയെ ചൂണ്ടി കാണിച്ചു കൊടുക്കും. അമ്മ, ആ കാക്ക അതെന്നെ തന്നെയാണ് നോക്കുന്നത്. ആ കാക്കയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ, അതുകൊണ്ടായിരിക്കില്ലേ അതെന്നെ തന്നെ ഇപ്രകാരം നോക്കി നിൽക്കുന്നത്. അതിന് അവളുടെ അമ്മ പറയും, ഒരിക്കലുമല്ല. ആ കാക്കയുടെ രൂപം കണ്ടില്ലേ, അതൊരു മോൺസ്റ്ററിനെ പോലെയാണ്. നിന്റെ ഈ സൗന്ദര്യവും നിന്റെ ഈ നല്ല സ്വഭാവമൊക്കെ കണ്ട് അതിന് നിന്നെ ഇഷ്ടമായിട്ടില്ല. അത് നിന്നെ നോക്കി പേടിപ്പിക്കുകയാണെന്ന് പറയും. അത് കേട്ട് കലിയിളകിയ നമ്മുടെ ആമ പെണ്ണ് അവളാണെങ്കിൽ കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ച് അതിനെ അവിടുന്ന് വെറുപ്പിച്ച് പറത്തി വിടുകയാണ്. അതിനുശേഷം അവളുടെ അമ്മയുമായിട്ട് അവിടെ നടന്നു പോകും. ആമ പെണ്ണാണെങ്കിൽ അവളുടെ അമ്മയോട് ചോദിക്കും, നമ്മൾ ശരിക്കും ഇപ്പൊ എവിടേക്കാ പോണേ? പിന്നെ അവളുടെ അമ്മ പറയും, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്നെ കാത്ത് ഒരാളുണ്ടെന്ന് പറയും. അങ്ങനെ ഒരുപാട് ദൂരം അവർ മുൻപോട്ടേക്ക് നടന്നു കഴിയുമ്പോൾ ദൂരത്തായിട്ട് ഒരാളെ കാണുകയാണ്. അതൊരു കള്ളനാണ്. അവനാണെങ്കിൽ കുഞ്ഞാമയുടെ അടുത്തേക്കും അവളുടെ അമ്മയുടെ അടുത്തേക്കും വരും. അവളുടെ അമ്മയാണെങ്കിൽ കുഞ്ഞാമ പെണ്ണിനോട് പറയും, ഈ അങ്കിളിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ കാണാനാണ് ഇവിടേക്ക് വന്നത്. അവൾക്കാണെങ്കിൽ കേട്ട് ഒത്തിരി സന്തോഷമാവും. അവിടെ എന്താ നടക്കുന്നത് പോലും അറിയാതെ അവളെ ഇഷ്ടമായതുകൊണ്ട് മാത്രം അവൾ ആ അങ്കിളിനോട് ഹാപ്പി ആയിട്ട് ഹായ് ആയിട്ട് സംസാരിക്കുകയാണ്. ആ നിമിഷം അവളുടെ അമ്മയാണെങ്കിൽ കള്ളന്റെ കയ്യിൽ നിന്ന് അല്പം പണം വാങ്ങും. അവൾ അറിയുന്നില്ല പണത്തിന് വേണ്ടി അവളുടെ അമ്മ അവളെ ആ അങ്കിളിന് വിൽക്കുകയാണെന്ന്. ആ അങ്കിളാണെങ്കിൽ അവളെയും കൂട്ടി ഇപ്പൊ താമസിക്കുന്ന ആ വലിയ പാലസിലേക്ക് വരും. അവൾക്കാണെങ്കിൽ ആ പാലസ് കണ്ട് ഭയങ്കര അത്ഭുതം. അതേസമയം ആ ഒരു കള്ളൻ അങ്കിൾ ആളാണെങ്കിൽ അവളെ തന്നെ നോക്കും. എനിക്ക് ഈ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവളെ ഞാൻ എല്ലാ സമ്പത്തും എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്ത് വളർത്തി കൊണ്ടുവരും. അതിനുശേഷം പൂർണ്ണമായും ഞാൻ എൻ്റെതാക്കി മാറ്റുമെന്ന് പറഞ്ഞ് അവളെ വളർത്താനായിട്ട് ആരംഭിക്കും. അവൾ സന്തോഷമായിട്ട് അവിടെ ജീവിച്ചു വരും. അവൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങൾ ആ കള്ളനാണെങ്കിൽ അവൾക്ക് കൊടുക്കുകയാണ്. അവളാണെങ്കിൽ അല്പം വളർന്ന് മെച്ചുവേർഡ് ആയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും, സത്യത്തിൽ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിനാൾ പറയും, സത്യത്തിൽ ഞാനൊരു ട്രാഫിക്കറാണ്. ഇതുവഴി പോകുന്ന വഴിപോക്കരുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം അവരെ ആക്രമിച്ച് അത് ഞാൻ തട്ടിയെടുക്കും. അങ്ങനെയാണ് നിനക്കിതെല്ലാം ഞാൻ സമ്പാദിച്ചു തന്നത്. ഇതിൽ ഞാനൊരു ഗിവറാണ്. ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള ആ കാര്യം നമുക്ക് ഒന്നുകൂടെ ചെയ്തുകൂടെ? അതിനവൾ പറയും, അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുകയാണ്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അതിനാൾ പറയും, ഞാനും നീയും ഇപ്പോൾ പരസ്പരം സ്നേഹിക്കുകയാണ്. നിനക്ക് എന്നോട് സ്നേഹമാണ്. ഈ ബുക്കിലുള്ള പ്രണയം, ബുക്കിലുള്ള ലവ് സ്റ്റോറി അത് നീ വായിച്ചില്ലേ? അതുപോലെ തന്നെ നമുക്കിടയിലും ഇപ്പോൾ പ്രണയമുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അവനാണെങ്കിൽ ആ സ്റ്റോറിയൊക്കെ അവൾക്ക് വായിച്ചു കൊടുത്ത് അതിനുശേഷം വീണ്ടും അവര് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയാണ്. പിന്നീട് അവന്റെ കാലിലുണ്ടായിരുന്ന ആ ഒരു മാജിക് ഷൂവിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ആമയാണെങ്കിൽ കണ്ണു തുറന്ന് ഇപ്പൊ അവനോട് ചോദിക്കും, നിന്റെ എക്സ്പീരിയൻസ് അത് ശരിക്കും എങ്ങനെയുണ്ടായിരുന്നു? നീ അത് എൻജോയ് ചെയ്തോ? അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് മൂന്നാമതൊരാളെ അവൾ ശ്രദ്ധിക്കുക. അവന്റെ തൊട്ടു പിന്നാലെ മറ്റൊരാളും അവിടേക്ക് കടന്നു വരികയാണ്. ആമയാണെങ്കിൽ അവരെ രണ്ടുപേരെയും കണ്ട് ടെൻസ്ഡ് ആവും. ആക്ച്വലി ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഹീറോയുടെ പപ്പയെ അദ്ദേഹത്തെ കൊന്നത്. ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന കള്ളനാണെങ്കിൽ അവരെ കണ്ട് ഞെട്ടും. സത്യം പറയും, നിങ്ങൾ ആരാ? ഇതെന്റെയും ആമയുടെയും സ്ഥലമാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് തിരികെ പോയിട്ടില്ല എങ്കിൽ എന്റെ കാലിലുള്ള ആ മാജിക് ഷൂ അതുപയോഗിച്ച് നിങ്ങളെ ഞാൻ ഇല്ലാതാക്കും. അത് കേൾക്കേണ്ട താമസം. അവരാണെങ്കിൽ ആ കള്ളനെ അറ്റാക്ക് ചെയ്ത് താഴെയിടും. ആമയാണെങ്കിൽ ഇപ്പൊ ആ കള്ളൻ അങ്കിളിനെ നോക്കി കരയാനായിട്ട് തുടങ്ങും. ഉടനെ അവിടേക്ക് വന്ന രണ്ടുപേരിൽ ഒരാളാണെങ്കിൽ ഇപ്പോൾ ആ ഒരു കള്ളന്റെ കാലിലുണ്ടായിരുന്ന രണ്ട് ഷൂസ് അതിലൊരെണ്ണം അഴിച്ച് അവളുടെ കയ്യിൽ കൊടുക്കും. എൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ നീ ഇത്രയും കാലം അനുഭവിച്ചതിനെല്ലാം പകരമായിട്ട് ഈ ഒരു ഷൂസുകൾ അത് നിനക്ക് പ്രയോജനമായിരിക്കും. നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഇത് നിനക്ക് സാധിച്ചു തരും. അവൾക്കാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. പക്ഷെ അവർ കൊടുത്ത ചെരുപ്പ് അത് അവൾ സ്വീകരിക്കുകയാണ്. അവരാണെങ്കിൽ ഞങ്ങൾ തിരികെ വരുന്നത് വരെ നീ ഇവിടെ ഇതുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകാനായിട്ട് തുടങ്ങും. അവരാരാണെന്ന് ചോദിക്കും. അതിനവർ മറുപടി പറയാതെ രണ്ട് ചിറകുകൾ വിരിച്ചങ്ങനെ പറന്നു പോകും. അവരെ കാണുമ്പോൾ ഏഞ്ചലിനെ പോലെ ദേവതയെ പോലെ ആയിരിക്കും അവൾക്ക് തോന്നുക. ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തിൽ ആ ബൂട്ട്സ് അങ്ങനെ ചേർത്ത് പിടിച്ച് അവരെ തന്നെ നോക്കും. അപ്പോഴായിരിക്കും ആ ഒരു കള്ളൻ അവർ എഴുന്നേറ്റ് വരിക. അവൾ ആണെങ്കിൽ ആമപ്പെണ്ണിനോട് പറയും, നിന്റെ കയ്യിലുള്ള ബൂട്ട്സ് അത് എന്റേതാണ്, മര്യാദയ്ക്ക് അത് വേഗം തിരികെത്താ. അതിനവൾ പറയും, ആ ഏഞ്ചൽസ് ഇതെന്നെ ഏൽപ്പിച്ചു. ഇത് എനിക്ക് എല്ലാ സന്തോഷവും ഐശ്വര്യങ്ങളും കൊണ്ടുതരുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഞാൻ വെച്ചോളാം. അതിന് കലി കയറി അവനാണെങ്കിൽ അവളുടെ മുഖത്ത് ആഞ്ഞടിക്കും. നിലത്ത് വീണ് അവളെ അവൻ ചവിട്ടി മെതിക്കുകയാണ്. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കും? ആ ബൂട്ട്സ് എന്റേതാണ്, മര്യാദയ്ക്ക് എനിക്കത് തിരികെത്താം. അവൻ അവളെ തല്ലി ചതയ്ക്കും തോറും അവളുടെ ഇമോഷൻസ് അത് ചേഞ്ച് ആവാനായിട്ട് തുടങ്ങും. ആ പ്രണയം എന്നുള്ള വികാരം അത് മാറി അവളുടെ ഉള്ളിൽ ഇപ്പം മറ്റൊരു ഫീലിങ്സ് കടന്നു വരികയാണ്. ആ ഒരു ഷൂസ് അവളുമായിട്ട് കണക്ട് ആവുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ നമ്മുടെ ഹീറോ റൂഡോ. അവനാണെങ്കിൽ അവന്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കി അവളോട് സോറി പറയാനായിട്ട് കടന്നു വരും. ഗ്രേസ് ആണെങ്കിൽ ഇപ്പോൾ ഹീറോയോട് പറയും, അവളുടെ സ്റ്റോറി എല്ലാം ഞങ്ങളോട് പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങൾ അത് നീയും കേൾക്കാനായിട്ട് പറയും. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതിൽ ആ കള്ളന്റെ വൈറ്റൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ഷൂ അതിപ്പോ അവളുടെ
ഇമോഷൻസ് അനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് അവനും ഭയങ്കര അത്ഭുതം. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാതെ അവൻ വണ്ടറടിക്കും. അവനാണെങ്കിൽ പതിഞ്ഞ ശബ്ദത്തിൽ വീണ്ടും അവനോട് കെഞ്ചും. ഇതെനിക്ക് ആ ഏഞ്ചൽ തന്നതാണ്, നിനക്ക് വിരോധമില്ലെങ്കിൽ ഇത് ഞാൻ എടുത്തോട്ടെ, ഇതെന്നോട് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. അത് കേട്ട് വീണ്ടും അവന് ടെൻഷൻ കൂടുകയാണ്. അൺബിലീവബിൾ. ഇപ്പൊ പോകെ പോകെ നിന്റെ നേച്ചർ ആകെ ചേഞ്ച് ആവുകയാണ്. എന്താണ്, ആരോടാണ് സംസാരിക്കേണ്ടത് നിനക്കറിയില്ല. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരുന്നുണ്ട്, പക്ഷെ ഇതൊരു കാരണവശാലും ഞാൻ നിനക്ക് തരില്ല. ഇതെന്നോട് ചോദിച്ചതും പ്രകാരം നീ അത് ചേർത്ത് പിടിക്കുന്നതും അതൊക്കെ തന്നെ വലിയ തെറ്റാണ്. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കുന്നത് അതൊട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഷൂസ് പിടിച്ച് വലിക്കുകയാണ്. അതിന് അവളാണെങ്കിൽ അത് വിട്ടുകൊടുക്കാതെ ഇപ്പൊ അവനോട് പറയും, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്, ഞാൻ ഇഷ്ടപ്പെട്ടതെല്ലാം എന്നെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ഞാൻ തരാൻ തയ്യാറല്ല, നിങ്ങൾ മോഷ്ടാവല്ലേ, ഇവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ പിടിച്ചു വാങ്ങിയതല്ലേ, നിങ്ങൾ വിചാരിച്ച ഇതിനെ കഴിഞ്ഞ് നല്ല ഷൂസ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കഴിയില്ലേ, സോ ഇതെനിക്ക് തായോ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആ ഏഞ്ചൽസ് എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്, ഇത് ഒരു കാരണവശാലും എനിക്ക് നിങ്ങൾക്ക് വിട്ടുതരാനായിട്ട് കഴിയില്ല. അത് കേൾക്കേണ്ട താമസം ആളുടെ കൺട്രോൾ പോകും. ആണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് ഈ പലറാനായിട്ട് തുടങ്ങും. ആ ഷൂസ് എന്റേതാണ്, അത് നീ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് വിട്ടു തരില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അതിൽ കലിയിളകിയ ആ പെണ്ണാണെങ്കിൽ ഇപ്പൊ അവന്റെ കയ്യിൽ ആഞ്ഞ് കടിക്കുകയാണ്. അതിനുശേഷം അവളുടെ ഫുൾ ഫോഴ്സ് കൊടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്തുകൊണ്ട് എനിക്ക് തരാൻ തയ്യാറാവുന്നില്ല, അപ്പൊ നീ ഈ കാണിക്കുന്ന പ്രണയവും സ്നേഹവും ഒക്കെ കള്ളമാണെന്ന് പറഞ്ഞ് ആഞ്ഞു തള്ളും. ആ ഒരു തള്ളില് അവൻ പുറത്തേക്ക് തെറിച്ചു വീണ് താഴെ അടിച്ചു വീണ് മരിക്കുകയാണ്. അവളാണെങ്കിൽ ആദ്യം ആ കാഴ്ച കണ്ട് ഭയപ്പെടും. ഓ നോ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എനിക്ക് ഇത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എന്നെ ചെറുപ്പം മുതലേ നോക്കി വളർത്തി സ്നേഹം തന്ന ആളെയാണ് ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത്. അടുത്ത നിമിഷം അവളുടെ ഷൂ അത് അവളോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. നീ അല്ല തെറ്റ് ചെയ്തത്, അവനാണ് തെറ്റ് ചെയ്തത്. നീ ഇപ്പോൾ നടന്നതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനാവേണ്ട കാര്യമില്ല. അത് കേട്ട് അവളും ഇപ്പോൾ പതിയെ ആ ഷൂ ആയിട്ട് അടുക്കാനായിട്ട് തുടങ്ങും. അത് അവൾ ഉപയോഗിച്ച് പിന്നീട് അവർ ഫ്രണ്ട്സ് ആവും. ആ രണ്ട് ഏഞ്ചൽസ് ആയിട്ട് കരുതുന്ന ആ രണ്ടുപേർ അവിടേക്ക് വന്ന് ആ ഷൂവിനെ കുറിച്ചും അവളെ കുറിച്ചും അന്വേഷിക്കും. അതിനവൾ പറയും, ഇപ്പോൾ ഈ ഷൂ എൻ്റേതാണ്, ഞാനുമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. കട്ട് ചെയ്ത പ്രസൻറ്റിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. അവരാണെങ്കിൽ ആ ഒരു രണ്ട് ഏഞ്ചൽസിനെ കുറിച്ച് ചോദിക്കും, അവരെപ്പോഴാണ് ലാസ്റ്റ് നിന്നെ കാണാനായിട്ട് വന്നത്. അതിനവൾ പറയും, എല്ലാ മാസവും എന്നെ കാണാനായിട്ട് വരാറുണ്ട്, കഴിഞ്ഞ മാസവും എന്നെ കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവരുടെ ചിത്രം വരയ്ക്കാനായിട്ട് തുടങ്ങും. ഉടനെ ഹീറോ റൂഡോ ആണെങ്കിൽ അവളോട് സോറി പറയും. ഐ എം സോറി, ചില സമയത്ത് ഞാനും ഇപ്രകാരമാണ്, എനിക്ക് എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വരികയായിരിക്കും. അപ്പോഴായിരിക്കും അവൾ വരച്ച ചിത്രം അവൻ ശ്രദ്ധിക്കുക. എൻ്റെ പപ്പയെ ഇല്ലാതാക്കിയ ആളുടെ ചിത്രമാണ് അവൾ വരച്ചു വെച്ചിരിക്കുന്നത്. സോ മുകളിലേക്കും താഴേക്കും വരുന്ന ആ രണ്ട് ഏഞ്ചൽസ് അതാരാണെന്ന് റൂഡോ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അവന്റെ ദേഷ്യവും പകയും അത് 10 മടങ്ങാവും. ആമപ്പെണ്ണാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, എനിക്കറിയാം നീ ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്നോട് ക്ഷമ പറയാനാണ് വന്നിരിക്കുന്നതെന്ന്. സത്യത്തിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനെയായി മാറിയത് അതെന്റെ അനുഭവം കൊണ്ട് മാത്രമാണ്. ഒരുപാട് പേര് എന്നെ തേടി ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം എന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നേടണം. ആർക്കും എന്നെ വേണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത്തരത്തിലുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യാനായിട്ട് തുടങ്ങിയത്. സത്യത്തിൽ ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. അതിന് ഹീറോ പറയും, നിന്നെപ്പോലെ തന്നെയാണ് ഞാനും. സോ നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ക്ഷമ പറഞ്ഞ് നല്ല ഫ്രണ്ട്സായി ഒന്നിച്ചു പോവാം, നമ്മുടെ തെറ്റുകൾ തിരുത്തി മുൻപോട്ടേക്ക് പോവാം. ഹീറോ ആണെങ്കിൽ അവൾക്ക് കൈ കൊടുക്കും. അതിന് അവൾ പറയും, ആക്ച്വലി എൻ്റെ ഈ സ്ഥലം വിട്ടു വരാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിന് ഹീറോ പറയും, നിന്റെ കയ്യിൽ ബ്ലഡ് വരുത്തുന്ന എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ഉണ്ടോ, അതുപയോഗിച്ച് നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് കൊടുത്ത് അവരാണെങ്കിൽ പരസ്പരം ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. അവർക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. കാരണം അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോഴും പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അവരുടെ ലെവലിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ആണെങ്കിൽ ഒരു നിമിഷം അവളോട് ദേഷ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ആലോചിക്കും. സത്യത്തിൽ ഞാനും കുറച്ച് ഓവറായിരുന്നു. എനിക്ക് അതാരാണെന്ന് മനസ്സിലായപ്പോൾ ദേഷ്യം അത് 10 മടങ്ങായി. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇമോഷൻസിനെ ഞാൻ കൺട്രോൾ ചെയ്തതെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു ആമ പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഒരല്പസമയം റെസ്റ്റ് എടുക്കണം. അങ്ങനെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആശ്വാസം തോന്നുന്നു പറഞ്ഞെന്ന് അവൾ തിരിഞ്ഞു നോക്കും. അവളുടെ തൊട്ടു പുറകിൽ ആ ഒരു കള്ളൻ, ഹീറോയെ വെല്ലുവിളിച്ച അതേ കള്ളൻ. കള്ളനാണെങ്കിൽ അവൾക്ക് ആവശ്യമുള്ള എന്തോ ഒരു സാധനം പിടിച്ചു വലിച്ചു വാങ്ങുകയാണ്. അവളാണെങ്കിൽ നിലവിളിക്കും, ദയവ് ചെയ്ത് അത് എന്നിൽ നിന്ന് എടുത്ത് മാറ്റാൻ പാടില്ല. കട്ട് ചെയ്ത ആ കള്ളനെ കാണിക്കും. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയത് അവളുടെ ബൂട്ട്സ് ആണ്. വാവ്, ഇതുപോലൊരു പെണ്ണിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആ ബൂട്ട് ഈ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.